കമ്മിറ്റിന്റെ കൺവീനർ അബൂജഹല്. അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി കഅബാലയം പൊളിച്ചിട്ട് പണിയെടുക്കാൻ തുടങ്ങി. ഫൈനാൻഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ഖജാൻജി അബൂജഹല്. അങ്ങനെ പൈസ കഅബാലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് പൈസക്ക് അനൗൺസ് ചെയ്തു മക്കയിലെ കൂട്ടരോട്, ഖുറൈശി കൂട്ടത്തോട്. അബൂജഹലാകുന്ന ഫൈനാൻഷ്യൽ കമ്മിറ്റിന്റെ ചെയർമാൻ പ്രസംഗിച്ചെന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ വീട്ടിന്റെ പണി നടക്കാൻ പോകുകയാണ്. 4 രീതിയിലുള്ള സമ്പത്താണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ 3 രീതി അവഗണിക്കേണ്ടതാണ്. ഒരു രീതി മാത്രമേ ഈ പള്ളിപ്പണിക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അബൂജഹൽ പ്രസംഗിച്ചത്. 4 രീതി ഏതെല്ലാമാണ്? 1, വട്ടിപ്പലിശ. ലോകത്ത് ഏറ്റവും കൂടുതൽ വട്ടിപ്പലിശ നടക്കുന്ന സ്ഥലം, കൊള്ളപ്പലിശ, അറുങ്കൊലപ്പലിശ നടക്കുന്ന സ്ഥലമായിരുന്നു അന്ന് മക്ക. രണ്ടാമത്തത് ചൂതാട്ടം. ഭൂലോകത്ത് ഏറ്റവും വലിയ നശിച്ച ചൂതാട്ടത്തിന്റെ കേന്ദ്രമായിരുന്നു അന്ന് മക്ക. മൂന്നാമത്തത് മദ്യവ്യാപാരം. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്ന സ്ഥലമായിരുന്നു മക്ക. 4ാമത്തെ സാമ്പത്തിക വരുമാനത്തിന്റെ വഴി ആടുമാടുകളും ഒട്ടകങ്ങളും. ഒട്ടകങ്ങളും ആടുകളും ഈത്തപ്പനയും ഈത്തപ്പഴങ്ങളും മുന്തിരിങ്ങായും. ഇതൊക്കെയാണ് അവിടുത്തെ സമ്പത്തിന് 4ാമത്തെ വഴി. അബൂജഹൽ പറഞ്ഞു അറേബ്യയിലെ ജനങ്ങളോട്, മക്കയിലെ ജനങ്ങളോട്, ഖുറൈശി കൂട്ടത്തോട്, മേൽപ്പറയപ്പെട്ട 3 വിധത്തിലുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ കുന്നുകൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിൽ നിന്നൊരു ദീനാറ് പോലും ഈ കഅബാലയത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയില്ല. നിങ്ങളുടെ കയ്യിലുള്ള അനുവദനീയമായ പണം, ആട്ടിനെ കച്ചവടം ചെയ്തിട്ടുള്ള പണം, ഒട്ടകത്തെ ബിസിനസ് ചെയ്തിട്ടുള്ള പണം, ഈത്തപ്പഴവും മുന്തിരിയും കച്ചവടം ചെയ്തിട്ടുള്ള പണമുണ്ടെങ്കിൽ ആ പണം സ്വരൂപിക്കുന്നു, എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം. അള്ളാഹുവിന്റെ വീട്ടിന്റെ പണി നടക്കുകയാണ് എന്ന്. അത്രയും ധൈര്യം പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറിക്കും കിട്ടോ? പ്രസംഗിക്കാൻ കിട്ടോ? ആലോചിച്ചോക്കെ. നാടായ നാടെന്ന മുഴുവനും പണം പിരിച്ചു കൊണ്ടെന്നിട്ട് സംഘടന മുഴുവനും ബാങ്കിൽ നിക്ഷേപിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസക്ക് ചെക്ക് എഴുതി കൊടുത്തിട്ട് വിലസല്ലേ ദുനിയാവിലെല്ലാരും. ഖത്തീബിന് ശമ്പളം പലിശ പൈസ, മുക്രിക്കാർക്ക് ശമ്പളം പലിശ പൈസ, ചെക്ക് എഴുതി കൊടുക്കണം. ഇപ്പൊ ശമ്പളത്തിനൊക്കെ ബാങ്കിൽ പോയിട്ട് വാങ്ങിക്കൊള്ളണം. എന്നുവെച്ചാല് മുതലടക്കടക്കും പലിശന് ശമ്പളം. അപ്പൊ പള്ളി ലാഭത്തിലോടും. ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ ഓഫീസാണ് പള്ളി കമ്മിറ്റി ഓഫീസ്. തൂക്കിയിട്ട് കാണാം, മാർക്കം ചെയ്യുന്നതിന് ഇത്ര പൈസ, പേപ്പർ ഉൾപ്പെടുന്നതിന് ഇത്ര പൈസ, പാല് കാച്ചുന്നതിന് ഇത്ര പൈസ, മോര് കാച്ചുന്നതിന് ഇത്ര പൈസ, കബർ വയ്ക്കുന്നതിന് ഇത്ര പൈസ, മീസാങ്കലിന് ഇത്ര പൈസ, കഫൻ തുണിക്ക് ഇത്ര പൈസ, കഫൻ തുണി പുതിയ മുക്രിക്ക വരാൻ ഇത്ര പൈസ, കബറിലേക്ക് അടക്കാൻ ഇത്ര പൈസ, മൂട്ടുകളിന് ഇത്ര പൈസ, 3-ാം ഭാഗത്തേക്ക് ഇത്ര പൈസ. അൽ-ഫാത്തിഹ. എല്ലാം ക്ലിയർ, റെഡിയായി. നിങ്ങളെ പുനലൂർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും ബേജാറൊന്നും ആവണ്ട, ഇളകിപ്പോണ്ട. ബാങ്ക് പോലെ റസീറ്റും കുന്തും ബഹളവും കണക്ക് ബുക്കും ലെഡ്ജറും ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കണക്ക് ഒന്നും പറയണ്ട, എല്ലാം പള്ളി. ഇപ്പൊ ബാങ്കിൽ ആരും ഇല്ല ഒന്നും നോക്കാൻ, ഇപ്പൊ എല്ലാം പള്ളി. അളമുറ നിറച്ചും കാണാം. എന്താണ് ഖുർആൻ ഷരീഫും കിതാബൊക്കെ കാണേണ്ട അളമറയിൽ നിറച്ചും കണക്ക് ബുക്ക്. ദീർഘ്യാമെന്നാളാണ് ഈ കാണുന്നത് കേൾക്കുന്നത്. പഠിച്ചാൽ ദീർഘ്യാമെന്നാളാണ്. ഇതാരോടാ പറയാ? ഇതൊക്കെ എങ്ങനെയാ പരിഹരിക്കുക? സുബ്ഹാനല്ലാഹ്. മസാജിദുഹും ആമിറത്തുൻ ഫഹിയ ഖറാബുൻ മിനൽ ഹുദാ. ഹബീബായ മുത്തിന്റെ വചനമാണ്. കഅബാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് സ്വാലിഹായ ഹലാലായ പണമുണ്ടാകണമെന്ന അബൂജഹലിന്റെ മാനസികാവസ്ഥ, ആത്മാവിന്റെ തേട്ടം മനുഷ്യ സഹജമാണെന്നതിലേക്കുള്ള തെളിവാണ്. ആത്മാവിന്റെ തേട്ടം, കർമ്മങ്ങൾ ആത്മാവിന് വേണ്ടി ആയിരിക്കണമെന്ന് ആത്മാവ് ശരീരത്തോട് തേടുന്നുണ്ട് എന്നത് മനുഷ്യ സഹജമാണ്. അത് സജീവമാക്കുക എന്നുള്ളതാണ് നൂബത്തിന്റെ ജോലി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറേബ്യാകുലത്തിൽ അന്ന് നിലവിലുള്ള ഇബാദത്തുകളെയും അഅമാലുകളെയും ഈമാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകുകയാണ് ചെയ്തത്. ഹജ്ജിലൂടെ തവാഫിലൂടെ ജാഹിലിയത്ത് അമലുകൾ സജീവമായപ്പോൾ ഈമാനുമായിട്ട് കണക്ട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. വ്യത്യസ്ത രീതിയിൽ നിസ്കാരത്തെ നടത്തിപ്പോന്ന സമൂഹം, ക്രിസ്ത്യാനികൾക്ക് നിസ്കാരമുണ്ട്, ജൂതന്മാർക്ക് നിസ്കാരമുണ്ട്, ഹൈന്ദവർക്ക് നിസ്കാരമുണ്ട്, എല്ലാവർക്കും നിസ്കാരമുണ്ട്. അത് നുബുവത്തിന്റെ നഹ്ജനുസരിച്ച് ഈമാനുമായിട്ട് ബന്ധമുള്ള നിസ്കാരമാക്കലായിരുന്നു നബിമാരുടെ ജോലി. പിന്നെ നബിമാരുടെ ചെയ്ത ജോലി എന്താണ്? അഅമാലുകളെ ഈമാനുമായിട്ട് കണക്ട് ചെയ്യുക.
അനുഷ്ഠാനത്തെ ആദർശവുമായിട്ട് കണക്ട് ചെയ്യുക. എന്തിന്? അനുഷ്ഠാനം ആദർശവുമായി കണക്ട് ആകുമ്പോൾ മാത്രമേ ആകാശത്തെ സ്വാധീനിക്കാൻ ഈ സമുദായത്തിന് കഴിയുകയുള്ളൂ. ഈമാനുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത അമാലുകളെ കൊണ്ട് ആകാശത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സംഭവിക്കൽ എന്തായിരിക്കും? അമാല് മാത്രമുള്ള മുസൽമാൻ അവന് വേണ്ടി ശബ്ദിക്കാൻ ആകാശത്തിലും ആൾക്കാർ കാണുകയില്ല, ഭൂമിയിലും ആൾക്കാർ കാണുകയില്ല. അപ്പോൾ ഭൂമിയിൽ നശിച്ചൊടുക്കുന്ന ഏക സമൂഹം ആരായിരിക്കും? മുസ്ലിമീങ്ങളായിരിക്കും. ആകാശത്തിലും ഉണ്ടാവില്ല ആൾക്കാർ, ഭൂമിയിലും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ആകാശത്തിന്റെ സംവിധാനം ഈമാനിലധിഷ്ഠിതമായ അഅ്മാൽ കൊണ്ട് ആകാശത്തിന്റെ കവാടം തുറക്കലാണ്. അതെന്നേ നമ്മൾ പൂട്ടി. ഭൂമിയുടെ സംവിധാനം ജൂതനസറാക്കളെ കയ്യിൽ അല്ലാഹു തആല ഏൽപ്പിച്ച വസ്തുക്കളുടെ ആധിപത്യമാണ്. അത് മുസൽമാന്റെ കയ്യിൽ അല്ലാഹു തആല കൊടുക്കുന്ന പരിപാടിയുമില്ല. അപ്പൊ ആകാശത്തിലും മുസൽമാൻ ഏർപ്പാടില്ല, ഭൂമിയിലും മുസൽമാൻ ഏർപ്പാടില്ല. എന്തുകൊണ്ടാ? ഭൂമിന്റെ ഏർപ്പാട് അസ്ബാബിന്റേതാണ്. അസ്ബാബ് ജൂതനസറാക്കളെ ഓഹരിയിലാണ്. അല്ലാഹു തആല ജമ്മിമാരാക്കിയത് ആരെയാണ്? ജൂതനസറാക്കളെയാണ്. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി, അവരെല്ലാം മറന്നു. അല്ലാഹുവിനെ ഇളക്കി, നബിതങ്ങളെ ഇളക്കി, പ്രവാചകന്മാരെ ഇറക്കി, കിതാബുകളെ ഇളക്കി, എല്ലാറ്റിനെയും ഇളക്കി അവർ. ആര്? ജൂതനസറാക്കൾ, അഹ്ലു കിതാബികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പകരം അവർക്ക് ചെയ്തത് എന്താണെന്നറിയുമോ? നമ്മൾ ചിന്തിക്കുന്നത് നേരെ എതിരാ. അതിന് പകരം അല്ലാഹു തആല എന്താ അവർക്ക് ചെയ്തത്? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ. പദാർത്ഥങ്ങളുടെ ലോകം അവർക്ക് അല്ലാഹു തആല തുറന്നു കൊടുത്തു. പദാർത്ഥങ്ങളുടെ ലോകം അവർക്ക് തുറന്നു കൊടുത്തു. അബ്വാബ കുല്ലി ശൈ. ആകാശത്തിന്റെ വരാന്ത തൊട്ട് ആറ്റമിന്റെ ലോകം വരെ, ആകാശത്തിന്റെ വരാന്ത തൊട്ട് ആറ്റമിന്റെ ലോകം വരെ, സ്റ്റാർ വാറിന്റെ ബട്ടൺ തൊട്ട് ഇന്റർനെറ്റിന്റെ കീബോർഡ് വരെ ആർക്ക് എഴുതി കൊടുത്തു അല്ലാഹു തആല? ജൂതനസാറാക്കൾക്ക് എഴുതി കൊടുത്തു. അവരെ കയ്യിൽ അതിന്റെ ആധിപത്യം കൊടുത്തു അല്ലാഹു തആല. വല്ലാഹി തബ്ബുലാനെ തന്നെയാണ് സത്യം. 250 കോടി മുസ്ലിമീങ്ങളും അത് തിരിച്ചു പിടിക്കാൻ മെനക്കെട്ടാൽ നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്? ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അല്ലാഹുവിന്റെ നടപടിക്രമങ്ങൾ മാറുന്ന പ്രശ്നമില്ല. വസ്തുക്കളെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? അഹ്ലു കിതാബാണ്, ജൂതനസാറാക്കൾ. അഅ്മാലുകളെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഈമാന്റെ അഹ്ലുകാർ, മുസ്ലിമീങ്ങൾ. ഇത് അല്ലാഹുവിന്റെ തർത്തീബാണ്. അല്ലാഹുവിന്റെ തർത്തീബിനെതിരായിട്ട് ഒരു പ്രോഗ്രാം ഈ ഭൂമിക്ക് യാഥാർത്ഥ്യമാകുകയില്ല. തീർച്ച. നമ്മൾ കാശ് മുടക്കിയത് ഒരു 10-12 തട്ട് ബിൽഡിംഗ് ഉണ്ടാക്കി, കോൺക്രീറ്റ് ബിൽഡിംഗ്, 12 തട്ട. 12ാമത്തെ തണ്ടിൽ ഇസ്ലാമിക് സെന്റർ. 12ാമത്തെ തട്ടില് ഇസ്ലാമിക് സെന്റർ. ഏസിയ, ഫുള്ള് ഏസിയ. 12 തട്ടിൽ 12ാമത്തെ തണ്ട് ഇസ്ലാം, ബാക്കിയെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ്. 12ാമത്തെ തട്ടിന് 101 കമ്പ്യൂട്ടർ വെച്ചു. 101 കമ്പ്യൂട്ടർ എന്നിട്ട് നോട്ടീസ് അടിച്ചിറക്കി, ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് മുഖേന ഈമാൻ പഠിക്കാം. ആഗ്രഹമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ഫീസ് 10 രൂപ മാത്രം. കയറിക്കൊള്ള ലിഫ്റ്റിൽ 12ാം തട്ടിലേക്ക് ഈമാൻ പഠിക്കാൻ. തുരുതുരാ വന്നു പിള്ളേർ ഈമാൻ പഠിക്കാൻ, ഇന്റർനെറ്റിൽ ഈമാൻ പഠിക്കാൻ. ഹൈടെക് ഈമാൻ, ഇന്റർനെറ്റിൽ ഈമാൻ പഠിക്കാൻ വന്ന പിള്ളേർ. രസല്ലേ ഇന്റർനെറ്റ് ഈമാൻ പഠിക്കാൻ പറഞ്ഞ? ഇത് മൊല്ലാക്കന്മാര് ഇവിടെ അന്തൂമിനമില്ല, അള്ളാനെ കൊണ്ട് വിശ്വസിക്കുക, ഇങ്ങനെ ഇന്റർനെറ്റിൽ ഈമാൻ പഠിക്കാൻ പറഞ്ഞാൽ അത് മുസ്ലിയാക്കന്മാരെ കൊണ്ടൊന്നും സാധിക്കാൻ ജോലിയല്ല. അല്ല, സാറുമാർ, IT പാസ്സായ സാധനമാർ ഇന്റർനെറ്റിൽ ഈമാൻ പഠിപ്പിക്കാൻ. മുസ്ലിം നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ട് പറ്റൂലേ? നമുക്ക് ഈ പറയുന്നതൊക്കെ പറ്റുള്ളൂ. പത്തീത്താവധി കൊടുക്കാൻ. ആകത്തുക നോക്കിയപ്പോൾ 500 പിള്ളേർ